സാർ പരുന്തുംപാറയിൽ ഒരു നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടായത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞു. അപ്പം അതെങ്ങനെയാണ് അതിൻ്റെ ഒരു പരുന്തുംപാറയിലെ ഒരു ബിൽഡിംഗ് നമ്പറിങ്ങിൻ്റെ ഭാഗമായിട്ട് സജിത് ജോസഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നെ കാണാനായിട്ട് വന്നിരുന്നു. സാറേ, അത് എനിക്ക് പെർമിറ്റ് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ആ രേഖകളെല്ലാം പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് 2022 സ്പെഷ്യൽ റെസിഡൻസ് എന്ന് പറഞ്ഞ ഗണത്തിലൊരു പെർമിറ്റ് പഞ്ചായത്തിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പെർമിറ്റിൽ ഇഷ്യൂ ചെയ്ത എൻ്റെ ഓർമ്മയിലൊരു 800 സ്ക്വയർ മീറ്റർ വരുന്ന ഒരു ബിൽഡിംഗ് പണിയാനായിട്ടാണ് പെർമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഞാൻ ആ പെർമിറ്റിൻ്റെ ഫയലെല്ലാം എടുത്ത് പരിശോധിച്ചു. അപ്പോൾ നമ്പറിങ്ങിൻ്റെ ഭാഗമായതുകൊണ്ടും പരുന്തുംപാറ ആയതുകൊണ്ടും ഞാനത് നേരിട്ട് ഞാനൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എയെ വിളിച്ച് ഞങ്ങൾ ആ സ്ഥലം പോയി ബിൽഡിംഗ് പോയി നോക്കിയിരുന്നു. അപ്പോൾ എയുടെ ടെക്നിക്കലായിട്ടുള്ളൊരു പരിശോധന അദ്ദേഹം നടത്തിയിട്ട് ആ ബിൽഡിങ്ങിനകത്ത് കൊടുത്ത പെർമിറ്റിൽ നിന്ന് കുറച്ച് അഡീഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ബിൽഡിംഗ് റൂൾ പ്രകാരം കുറച്ച് കറക്ഷൻസ് വരുത്തണമെന്ന് പറഞ്ഞു. അത് ആ നോട്ടീസ് ആപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നോട്ടീസ് അദ്ദേഹത്തിന് കൊടുത്തു. അത് മാത്രമല്ല പരുന്തുംപാറ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്ഥലം ഇതിനകത്ത് റവന്യൂ വകുപ്പിന് എന്തെങ്കിലും തടസ്സമുള്ള സ്ഥലമാണോ എന്നുള്ളൊരു സംശയം കൊണ്ട് ഞാൻ തഹസിൽദാരെ വിളിക്കുകയും തഹസിൽദാർക്ക് രേഖാമൂലം ഞാൻ ലെറ്റർ കൊടുത്തിരുന്നു. ഇതിനെന്തെങ്കിലും റവന്യൂ വകുപ്പിന്, അതായത് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പരിസ്ഥിതി ലോല പ്രദേശമായിട്ടുള്ള സ്ഥലമാണോ, അതല്ലെങ്കിൽ റവന്യൂ വകുപ്പ് മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് പെർമിറ്റോ അല്ലെങ്കിൽ കെട്ടിട നമ്പരോ കൊടുക്കുന്നതിന് തടസ്സമുള്ള സ്ഥലമാണോ എന്നറിയാനായിട്ട് ഞാൻ തഹസിൽദാർക്ക് രേഖാമൂലം ലെറ്റർ കൊടുത്തിരുന്നു. ആ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാരുടെ സ്റ്റാഫ് അവിടെ അന്വേഷണം നടത്തിയെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ കുറച്ച് നാളിന് ശേഷം ഒരു മാസത്തിന് ശേഷം എന്നോട് പറഞ്ഞ ഇവിടുന്ന് അദ്ദേഹത്തിന് പെർമിറ്റ് കൊടുക്കാനായിട്ട് വില്ലേജിൽ നിന്ന് കിട്ടിയ പൊസഷൻ സർട്ടിഫിക്കറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, വില്ലേജ് അങ്ങോട്ട് മാറിക്കിടക്കുകയാണ്, സർവേ നമ്പർ വ്യത്യാസം ഉണ്ടോയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പെർമിറ്റ് കൊടുത്തപ്പോൾ അവർ ഇഷ്യൂ ചെയ്തിരുന്ന ആ പൊസഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്തതായിട്ട് വില്ലേജ് ഓഫീസർ എന്നെ ഒരു മാസത്തിന് ശേഷം അറിയിച്ചു. അപ്പോൾ ആ വിവരം ഞാൻ ഈ സജിത് ജോസഫിനെ അറിയിച്ചു. ഇങ്ങനൊരു റവന്യൂ വകുപ്പിന് ഇങ്ങനെ തടസ്സം ഉണ്ടായിട്ട് പൊസഷനകത്തൊരു വ്യത്യാസം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് തൽക്കാലം ഇപ്പോൾ നമ്പർ തരാൻ കഴിയില്ല എന്ന് ഞാൻ അദ്ദേഹത്തിനെ അറിയിച്ചു. അത് മാത്രമല്ല ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ കണ്ടെത്തിയ ചെറിയ അദ്ദേഹത്തിന് സ്പെഷ്യൽ റെസിഡൻസ് ഗണത്തിലല്ലാത്ത ബിൽഡിങ്ങിൽ ചെറിയ വ്യത്യാസം വന്നതും അതുപോലെ തന്നെ ബിൽഡിംഗ് റൂളിലുണ്ടായ ചെറിയ വ്യത്യാസങ്ങളും കറക്റ്റ് ചെയ്യാനായിട്ട് കൊടുത്ത നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇതുവരെ കറക്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നിലവിൽ പണി തീർത്തിരിക്കുന്ന ബിൽഡിങ് അദ്ദേഹം ആ ഒരു ഉപയോഗത്തിന് യൂസ് ചെയ്യരുതെന്നുള്ള നോട്ടീസും സജിത് ജോസഫിന് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇത്രയും നാളായിട്ട് ഇതുവരെ ഇടയ്ക്ക് ടി വിയിലെല്ലാം ഇതിൻ്റെ വാർത്ത വന്നിരുന്നു, കയ്യേറ്റം ഉണ്ടെന്നും കുരിശ് വന്നിട്ടുണ്ടെന്നും ഒക്കെ വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ റവന്യൂ വകുപ്പിൽ നിന്ന് ഇതുവരെ എന്നോട് ഇത് കയ്യേറ്റ ഭൂമിയിലാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത്, അത് പൊളിച്ചു കളയണമെന്നുള്ള രീതിയിലുള്ള ഒരു അറിയിപ്പും ഇതുവരെ എനിക്ക് ലഭ്യമായിട്ടില്ല. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ കയ്യേറ്റത്തിൻ്റെ കാര്യത്തിനകത്തോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള എതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും നടപടിക്രമത്തിൽ ഉള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് സെക്രട്ടറി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഇതെങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു കാരണം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് പരുന്തുംപാറ ആയതുകൊണ്ട് ആ ഒരു സ്ഥലം നേരത്തെ തന്നെ കയ്യേറ്റമൊക്കെ ഉണ്ടെന്നുള്ള ഇപ്പോൾ കഴിഞ്ഞ താലൂക്ക് വികസന സഭയിൽ ഞാൻ പങ്കെടുത്തപ്പോഴും പരുന്തുംപാറ കയ്യേറ്റം എന്നുള്ള രീതിയിൽ അതിന് മുമ്പ് തന്നെ അവിടെ പല മീറ്റിങ്ങുകളിലും പറയുന്നുണ്ടായിരുന്നു, കയ്യേറ്റം നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥലമായതുകൊണ്ട് അത് ഒരു കൃത്യത വരുത്താനായിട്ടാണ് ഞാൻ റവന്യൂ വകുപ്പിലേക്ക് രേഖാമൂലം ആവശ്യപ്പെട്ടത്. രേഖാമൂലം ഇത് കയ്യേറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല അല്ലേ? രേഖാമൂലം കയ്യേറ്റമാണെന്ന് തന്നിട്ടില്ല. ഞാൻ ഇടയ്ക്ക് തഹസിൽദാരെ വിളിച്ചാലും അദ്ദേഹം അപ്പോൾ മാഡം പറഞ്ഞു അതിൻ്റെ ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്, അവരുടെ കൃത്യമായ രേഖകൾ ഇത്രയും വലിയൊരു ഇഷ്യൂ ആയതുകൊണ്ടും ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ കൃത്യതയോടുകൂടി പരിശോധിച്ച് എൻ്റെ റിപ്പോർട്ട് തരാമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് വീണ്ടും തഹസിൽദാരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ മാഡം പറഞ്ഞത് കൃത്യമായ ഒരു പരിശോധനയ്ക്ക് ശേഷം കൃത്യമായൊരു അറിയിപ്പ് തരാം. ബിൽഡിങ്ങിനകത്ത് എന്തെങ്കിലും കയ്യേറ്റം നടന്നിട്ടുള്ള ആ സ്ഥലത്തിന് കയ്യേറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖാമൂലം തരാം എന്നാണ് പറയുന്നത്. തരുന്നവരെ തൽക്കാലം ഈ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം അവിടെ നിർത്തിവെക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് സജിത് ജോസഫിനോട് നോട്ടീസായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ പ്രവർത്തിക്കുന്നില്ല, അവിടെ ബിൽഡിങ് ചെടികളൊക്കെ നനയ്ക്കാനുള്ള ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ, മറ്റൊന്നും ചെയ്യുന്നില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യമേ പഞ്ചായത്ത് പെർമിറ്റ് കൊടുക്കുന്നത് 800 സ്ക്വയർ ഫീറ്റിനുള്ള 800 ഏകദേശം ആ റേഞ്ചിലുള്ള സ്പെഷ്യൽ റെസിഡൻസ് ഗണത്തിലാണ്. താമസം തന്നെയാണ് സ്പെഷ്യൽ റെസിഡൻസ് പറയുമ്പോൾ താമസം തന്നെയാണ്. അവിടെ ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകളിൽ ഭൂരിഭാഗവും ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതല്ലാത്ത ഒരു ഹാളും നിർമ്മിച്ചിട്ടുണ്ട്. അത് അതിനകത്ത് നോട്ടീസ് ആ രീതിയിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്രമപ്പെടുത്താനായിട്ട് കഴിയും. പക്ഷേ ബിൽഡിംഗ് പഞ്ചായത്ത് ആക്ട് അല്ല, മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂളായാലും പഞ്ചായത്ത് ബിൽഡിംഗ് റൂളായാലും ഒരു പഞ്ചായത്തിൽ കൊടുക്കുന്ന പെർമിറ്റിനേക്കാൾ കൂടുതൽ സ്ഥലം ഏരിയ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നിയമമുണ്ട്. ആ ഏരിയ എത്രയാണോ പെർമിറ്റ് ഫീസിൻ്റെ 3 ഇരട്ടി പൈസ അടച്ച് മറ്റ് വയലേഷൻസ് ഒന്നുമില്ല റെഗുലറൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് പഞ്ചായത്തിൻ്റെ വരുമാനവുമാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. ഈ വസ്തുവിൽ മറ്റ് കയ്യേറ്റങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഇല്ലാതെ തന്നെ ബിൽഡിംഗ് നമ്പർ കൊടുക്കാൻ പറ്റും. ബിൽഡിംഗ് റൂൾ പ്രകാരമുള്ള കറക്ഷൻസ് മാത്രം വരുത്തിയാൽ മതി.
ബിൽഡിംഗ് റൂൾ പ്രകാരമുള്ള കറക്ഷൻ വരുത്തി കഴിഞ്ഞാൽ പെർമിറ്റ് കൊടുത്തേക്കുന്ന കൂടുതൽ എത്രയെങ്കിലും ഏരിയ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിന് അല്ലെ 1000 സ്ക്വയർ മീറ്റർ 500 സ്ക്വയർ മീറ്ററാണ് പെർമിറ്റ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം 1500 സ്ക്വയർ മീറ്റർ ചെയ്തു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു 700 സ്ക്വയർ മീറ്ററിൻ്റെ × 3 പെർമിറ്റ് ഫീയുടെ × 3 അത്രയൊരു വലിയ ഫീസ് റെഗുലറൈസേഷൻ ഫീസായിട്ട് പഞ്ചായത്തിലേക്ക് അടച്ചു കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങൾ ക്രമപ്പെടുത്തിയാൽ നമ്പർ കൊടുക്കാൻ കഴിയും. കയ്യേറ്റമില്ലെങ്കിൽ അത് പറയേണ്ടത് റവന്യൂ വകുപ്പാണ്. ഇതുവരെ അങ്ങനെ കയ്യേറ്റത്തിൻ്റെ കാര്യം ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിട്ടും എനിക്ക് രേഖാമൂലം ഒരു റവന്യൂ വകുപ്പിൽ നിന്ന് ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും ഞാനത് നമ്പർ കൊടുത്തിട്ടില്ല. ഒരു തർക്ക വിഷയമായതുകൊണ്ട് തന്നെ നമ്പർ കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് പെർമിറ്റ് കൊടുത്ത ഫയൽ പരിശോധിച്ചപ്പോൾ ഇദ്ദേഹം ഹാജരാക്കിയിട്ടുള്ള പട്ടയം ഇദ്ദേഹത്തിന് മുൻപ് യുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാർക്ക് സർക്കാർ അനുവദിച്ചു കൊടുത്ത പട്ടയമായിരുന്നു. ഈ പട്ടയം പിന്നീട് ഈ പട്ടയഭൂമി ഇദ്ദേഹം പൈസ കൊടുത്ത് വാങ്ങുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റവന്യൂ വകുപ്പിൽ അന്വേഷിച്ചപ്പോൾ ഈ സ്ഥലത്തിന് മറ്റു തരത്തിലുള്ള വിഷയങ്ങളൊന്നുമില്ല, പട്ടയത്തിനകത്ത് മറ്റ് അസ്വാഭാവികമായ ഒന്നും ഇല്ല എന്നാണ് ആദ്യ ഘട്ടത്തിൽ തന്നെ അന്വേഷണത്തിൽ റവന്യൂ വകുപ്പ് എന്നോട് രേഖാമൂലം അല്ലാതെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്കിൽ പോലും ഈ സ്ഥലം ഇതായതുകൊണ്ട് മാത്രമാണ് നമ്പർ നൽകുന്ന നടപടിയിലേക്ക് ഞാൻ കടക്കാതിരുന്നത്. പിന്നെ ബിൽഡിങ്ങിലുള്ള ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് കുറച്ച് കൂടുതൽ അളവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും റവന്യൂ വകുപ്പിന് മറ്റ് കയ്യേറ്റമൊന്നും ഇല്ലയെന്ന് റവന്യൂ വകുപ്പ് പറയുകയാണെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ കൂടുതലായിട്ടുള്ള ചെയ്തിട്ടുള്ള ബിൽഡിങ്ങിന് നിയമപരമായിട്ടുള്ള ഇതാണ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന് റെഗുലൈസേഷൻ ഫീ വാങ്ങിച്ച് ക്രമവത്കരിച്ച് നൽകാവുന്നതാണ്. മറ്റു തരത്തിലുള്ള വയലേഷൻസ് 210GB വയലേഷനോ അങ്ങനെയുള്ള വയലേഷൻസ് ഒന്നുമില്ല. അപ്പോൾ അത് ബിൽഡിങ്ങിൽ മാറ്റം വരുത്തി എഞ്ചിനീയറിംഗ് വിഭാഗം പറയുന്ന മാറ്റം വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് നമ്പർ നൽകുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല, കയ്യേറ്റ ഭൂമി അല്ലെങ്കിൽ. അതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്.